കളാണ്ടിത്താനം ദർശനം ഗ്രന്ഥശാല സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കവിത അരുൺ ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. ദർശനം ഗ്രന്ഥശാലയിലെ മുതിർന്ന പൗരവേദിയുമായി ചേർന്ന് ശാന്തിഗിരി ആയുർവേദ സിദ്ധ ആശുപത്രിയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മുതിർന്നവർക്കൊപ്പം മധ്യവയസ്കരും ചെറുപ്പക്കാരും ഉൾപ്പെടെ 100-ലധികം പേർ ക്യാമ്പിൽ സേവനം പ്രയോജനപ്പെടുത്തി. 25,385 രൂപ മൂല്യമുള്ള ആയുർവേദ ഔഷധങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. ഗ്രന്ഥശാല MN സത്യാർത്ഥി ഹാളിൽ നടന്ന ക്യാമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കവിത അരുൺ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ ഷീതു ശിവേഷ് അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി, ശാന്തിഗിരി മാനേജർ M ജുബിൻ ബാബു, ഏരിയ മാനേജർ KP ശ്രീജിത്ത്, അസിസ്റ്റന്റ് മാനേജർ PC അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രങ്ങളുടെ ഒരു പ്രാധാന്യം എന്താണ്, എവിടെയാണ് വരുന്നത്? അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ള ഭാഗത്താണ്. അതായത് കൃത്യമായിട്ട് ശാസ്ത്രങ്ങളിൽ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്? അസുഖം വരാതെ സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ദിനചര്യ അല്ലെങ്കിൽ ഋതുചര്യ. നമ്മള് ഓരോ ദിവസവും ആചരിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് ഇത്രത്തോളം അസുഖം കൂടാനുള്ള കാരണം എന്താണ്? നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതക്രമം ഇല്ലാതായി പോയി എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? മുതിർന്ന പൗരവേദി കൺവീനർ KT ഫിലിപ്പ്, PK ശാന്ത, MA ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.